സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ വിഭവസമൃദ്ധമായ രുചിക്കൂട്ടുകളുമായി പഴയിടം മോഹനൻ നമ്പൂതിരി. മകൻ യദു പഴയിടവും കലവറയിലും പാചകപ്പുരയിലുമായി ഒപ്പമുണ്ട്. രാവിലെ 4500 പേർക്കും ഉച്ചയ്ക്ക് 8000 പേർക്കും വൈകിട്ട് 5000 പേർക്കുമാണ് പായസം ഉൾപ്പെടെ ഒട്ടേറെ വിഭവങ്ങളുള്ള ഭക്ഷണം വിളമ്പുന്നത്. ഉച്ചതിരിഞ്ഞുള്ള ചായയും കടിയും ഇതിനു പുറമെ വിളമ്പലിന് KSTAയുടെ കീഴിൽ ആവേശത്തോടെ അധ്യാപകരും. മേളയുടെ കലവറയിലും പാചകപ്പുരയിലും ഡൈനിങ് ഹാളിലും നിന്നായി UTVക്ക് വേണ്ടി ദിനേശ് മോഹൻ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട്. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഭക്ഷണശാലയിലാണ് നിൽക്കുന്നത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിലാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ശാസ്ത്രമേളയുടെ ഫുഡ് കമ്മിറ്റിയാണ് നമ്മോടൊപ്പം. നൌഷാദ് അലിയാണ്, ഇദ്ദേഹമാണ് മാഷ കൺവീനർ. അദ്ദേഹത്തിനടുത്ത് അതായത് ഈ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ശാസ്ത്രോത്സവം അത് പാലക്കാട് തന്നെ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രാധാന്യം. പഴയിടത്തിന്റെ ഭക്ഷണം അതൊരു പ്രധാന ഘടകം തന്നെയാണ്. ഈ 4 ദിവസങ്ങളിലായി നടക്കുകയാണ്. 2ാം ദിനത്തിലേക്ക് കിടക്കുമ്പോൾ എന്താണ്? 2011 ശേഷമാണ് വീണ്ടും പാലക്കാട് വരുന്നത്. ഏതാണ്ട് 35,000-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് 4 ദിവസങ്ങളിലായിട്ട് നൽകേണ്ടത്. വർഷങ്ങളായിട്ട് അനുഭവസമ്പത്തുള്ള ഭക്ഷണ വിതരണ രംഗത്ത് അനുഭവസമ്പത്തുള്ള പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. KST എന്ന അധ്യാപക സംഘടനയാണ് ഈ കമ്മിറ്റി ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്നത്. ഓരോ ദിവസവും ശരാശരി 6000-7000 എന്ന കണക്കിൽ 4 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 4 നേരത്തിന് പുറമെ 4 നേരം ഭക്ഷണം കൊടുക്കുന്നു. അതിനിടയ്ക്ക് ചായ കടിയുള്ള സംവിധാനം നൽകുന്നത്. എല്ലാ വരുന്ന ആൾക്കാരെയും ഭക്ഷണം ഇവിടെ ഇരുത്തി നൽകുന്ന ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 7 കേന്ദ്രങ്ങളിലാണ് ഭക്ഷണ വിതരണം. അതിലെ പ്രധാന ഭക്ഷണ വിതരണ കേന്ദ്രം വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടാണ്. ഇതിന് പുറമെ 6 കേന്ദ്രങ്ങളിൽ ഭക്ഷണം ഇവിടെ പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസുള്ള ഭക്ഷണ ക്രമീകരണം അവിടെയാണ് ചെയ്തിരിക്കുന്നത്. പൊതുവെ രുചികരമായ ഭക്ഷണം എന്ന രീതിയിലാണ് ഇവിടെ നൽകിയ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഒപ്പം അധ്യാപകരുടെ സേവനമാണ് ഇതിനകത്ത്. ഇപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേയാണ്, അവധിയാണ്. നാളെ ഞായറാഴ്ചയാണ്. ഇന്നിപ്പോൾ മാത്രം 7 ഭക്ഷണ കേന്ദ്രങ്ങളിൽ വിതരണ കേന്ദ്രങ്ങളിലായിട്ട് 500-ൽ പരം അധ്യാപകരുടെ സേവനമാണ്, KST അധ്യാപകരുടെ സേവനമാണ് ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ള സംഗതി പറയുന്നത്. തീർച്ചയായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ ഗ്ലാസ്സിൽ, അതായത് ഡിസ്പോസിബിൾ അല്ല, അതുപോലും പേപ്പർ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള 35,000 പേർക്ക് ഭക്ഷണം ഒരുക്കുക എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതിൽ പേപ്പർ വേസ്റ്റ് പോലും ഞങ്ങൾ ലഘൂകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലും കുറയ്ക്കേണ്ടതില്ല, ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന രീതിയിലാണ് ഇത് കുറച്ചിരിക്കുകയാണ്. പൂർണ്ണമായും പ്ലേറ്റിൽ തന്നെയാണ് പായസം ഉൾപ്പെടെയുള്ള ക്രമീകരണം ചെയ്യുന്നത്. ഈ സ്റ്റീല് പ്ലേറ്റും ഗ്ലാസും അതിനായിട്ട് നമ്മൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അഥവാ ഇവിടേക്ക് വരുന്ന കുട്ടികൾ ഒരുപക്ഷെ പ്ലാസ്റ്റിക് കൊണ്ടുവരികയാണെങ്കിൽ അത് പ്രത്യേകം സംഭരിച്ച് ആ സംസ്കാര സംവിധാനത്തേക്കുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഭക്ഷണ വേസ്റ്റും ഈ കോളേജ് പരിസരത്തൊന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അതാത് ദിവസത്തെ ഭക്ഷണ വേസ്റ്റ് പൂർണ്ണമായും ഇവിടെ പുറത്ത് മറ്റൊരു പന്നി ഫാം പോലുള്ള ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ടാണ് അതിന് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തവർക്ക് മനസ്സും വയറും നിറച്ചു പോകാം എന്നുള്ളത് തന്നെയാണ് ഫുഡ് കമ്മിറ്റി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾക്കൊരു പ്രധാനപ്പെട്ടതാണ് പാട്ട് കേട്ട് ഭക്ഷണം കഴിക്കുന്നത്. KSTയുടെ ഗായക സംഘവും അതുപോലെ തന്നെ ഇന്ന് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പാലക്കാട് യൂണിറ്റിലെ റിട്ടയർ ചെയ്ത ഒരുപാട് ആളുകളാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതുപോലെ തന്നെ മത്സരാർത്ഥികളിൽ നല്ല രീതിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് അവസരം കൊടുത്ത് ഈ ഹാള് ആകർഷകമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഓരോരോ കമ്മിറ്റികൾ തിരഞ്ഞെടുക്കും, പ്രോഗ്രാം കമ്മിറ്റി ആയിക്കോട്ടെ, ഫുഡ് കമ്മിറ്റി ആയിക്കോട്ടെ. ഈ ഫുഡ് കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്നു. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫുഡ് കൊടുക്കുന്നത് വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കാൻ കഴിയുക എന്നുള്ളത്. അതിന് വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു സംഘത്തിനെ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ അത്രയും അധ്യാപകരുടെ ഒരു വലിയ ഫോഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ 7 സെന്ററുകളിലായിട്ട് ഫുഡ് കൊടുക്കുന്നത്. അത്രയും ആളുകളെ നമുക്കിവിടെ കൊണ്ടുവരാം, അതും ഒരു അവധി ദിവസത്തിൽ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് ഇതുപോലെയുള്ള KST പോലെയുള്ള ഒരു സംഘടനയ്ക്ക് സാധിക്കുകയുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് ആണ് ഫുഡ് കമ്മിറ്റി ഏറ്റെടുക്കാൻ. അതെ, പരിചയം കൂടി മുൻകാല ഇതിനു മുൻപ് ഒരു 2010-11
നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അന്നും ഫുഡായിരുന്നു നമുക്ക്. ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും ഫുഡ് കമ്മിറ്റി വളരെ ഒരു ആത്മാർത്ഥത കൂടി വളരെ അധികം നല്ല പ്രയത്നത്തിലൂടെ തന്നെയാണ് വിവിധ ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ള ശാസ്ത്ര പ്രതിഭകൾക്ക് ഒപ്പം അധ്യാപകർക്ക് ഇതിന്റെ സംഘാടകർക്ക് മനസ്സും വയറും നിറച്ച് ഭക്ഷണം കൊടുക്കുന്നത്. എന്തായാലും ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ കടന്നു ചെല്ലാം. പഴയിടത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ അടുത്തത് കടന്നു ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ കലവറ വിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പഴയിടത്തിന്റെ മകൻ, പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ മകൻ യദു ആണ് നമ്മോടൊപ്പം ഉള്ളത്. യദു ചേട്ടാ, എന്താണ് കലവറ ഭയങ്കര തിരക്കിലാണ് അല്ലേ? കാരണം ഒരുപാട് പേരുടെ മനസ്സും വയറും നിറയ്ക്കാനുള്ള പ്രയത്നത്തിലാണ്. അതെ അതെ, എന്നുവെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് 7000 പറയണം. ഉച്ചയ്ക്ക് ഭക്ഷണം പറഞ്ഞിരുന്നേ. അപ്പൊ കുറച്ച് പായസം, കുറച്ച് അധികം ആൾക്കാർ വന്നിട്ട് പായസം തീർന്നു പോയി. രണ്ടാമത് പെട്ടെന്ന് സേമിയ പായസം ഉണ്ടാക്കുന്ന കാഴ്ച ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അത്രയധികം പേര് അതെ, കണക്കിൽപ്പെടാത്ത ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? അധികം ആൾക്കാർ വരുന്നില്ല. നമുക്ക് നല്ലായിരുന്നു. വിശന്ന് വരുന്നവന്റെ വയറ് നിറച്ചു വിടാം. എത്ര ആൾ കൊടുക്കാൻ റെഡിയാ? സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, പായസമുണ്ട്. പായസം ഇന്ന് ആദ്യം ശരിക്കും കൊടുത്ത് പരിപ്പായസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേമിയ പായസം രണ്ടാമത് ചെയ്തോണ്ടിരിക്കുക. വരുന്നവർക്കും മധുരം കൊടുക്കാതെ വിടില്ല, ഒരാളെ വിടൂല. അതെ, അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അച്ഛനാണല്ലോ നമ്മുടെ എല്ലാം. അച്ഛന്റെ എനർജിയാണ് നമ്മള്. അച്ഛന്റെ തണലിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. എന്റെ കൂടെ ഒരു 10-60 സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ 65 പേരും അച്ഛന്റെ അച്ഛന്റെ കയ്യിൽ നിൽക്കുന്നവരല്ലേ. അച്ഛൻ വൈകുന്നേരത്തോടുകൂടി എത്തുന്നു. വൈകുന്നേരത്തേക്ക്. അപ്പൊ ഇനി രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് എല്ലാവർക്കും ഭക്ഷണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ? പഴയിടത്തിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണ്. ഉണ്ടായിരിക്കും, ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. പറ്റുന്നതിൽ ഭംഗിയായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നന്നായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ നമ്മൾ ഇത് എപ്പോഴാണ് രാവിലെ? ഇപ്പൊ എത്ര മണിക്കാണ്? അത് രാവിലെ തന്നെ ആരംഭിക്കണം. 2 മണിക്ക് രാവിലെ അടുക്കള ഓപ്പൺ ആക്കുന്നതാണ്. ഇപ്പൊ ഒരു 6 മണി 6:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആവണം. 10-11 മണി ആകുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ആവണം. 3 മണിക്ക് ചായ സ്നാക്സും, വൈകിട്ടത്തെ ചായ സ്നാക്സും ആവണം. വൈകിട്ട് 7 മണി ആകുമ്പോൾ ഡിന്നറും ആവണം. അപ്പൊ 24 മണിക്കൂറും കിച്ചണിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇതൊരു സ്ഥിരം യൂസ്ഡ് ആണ്, ശീലമായേക്കുന്നതാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്തു പോവാം. സന്തോഷം. എങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നതൊക്കെ. കായികമേള കഴിഞ്ഞ് നേരെ പാലക്കാട്ടിലേക്കാണ് വന്നത്. അതെ അതെ. പാലക്കാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാലക്കാട് എന്ന് വരുന്ന സ്ഥലമാണ്. ഒത്തിരി സന്തോഷമുള്ള സ്ഥലമാണ്. ഒത്തിരി നല്ല ആൾക്കാരൊക്കെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. തീർച്ചയായും. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. മനസ്സും വയറും നിറയ്ക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. ഹരീഷ്, ഒത്തിരി സന്തോഷം. ഓക്കെ, എന്തായാലും കലവറ അങ്ങനെ വളരെ അതിരാവിലെ തന്നെ 2 മണിക്ക് തന്നെ അവരുടെ പ്രവൃത്തി ആരംഭിക്കുന്നു. കാരണം രാവിലത്തെ പ്രഭാത ഭക്ഷണം, ഒപ്പം തന്നെ അത് കഴിഞ്ഞ ഉച്ചയ്ക്കുള്ള ഊണ് എന്നുള്ള സദ്യ, അതായത് വിഭവസമൃദ്ധമായ സദ്യ, അത് കഴിഞ്ഞാൽ അതിനുള്ള ചായ, കടി എന്നുള്ളതെല്ലാം, അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്കുള്ള അത്താഴ ഭക്ഷണം എല്ലാം ഇത് ഒരുക്കുള്ള തയ്യാറെടുപ്പ്. കാരണം 24 അവേഴ്സും തിരക്കിലാണ്, വർക്കിലാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നല്ല ചൂടായിട്ടുള്ള ഉഴുന്നുവട തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ചേട്ടാ പേര്? ബിജു. ഏത് ജില്ലക്കാരനാണ്? കോട്ടയം. അങ്ങനെ കോട്ടയത്ത് നിന്ന് പാലക്കാട് വന്നപ്പോ എന്താണ് അനുഭവം? നല്ല അനുഭവം പിന്നെ എന്തായാലും ചൂടായിട്ടുള്ള ഉഴുന്നുവട നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയും. തിളയ്ക്കുന്ന എണ്ണയിൽ ശാസ്ത്ര പ്രതിഭകൾക്കുള്ള വട ചുടുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. എത്രയായി പഴയടത്തിന്റെ ഒപ്പം കൂടിയിട്ട്? എത്രയായി? 12 വർഷമായി. അതെ, എന്താണ് അനുഭവം? നല്ല അനുഭവം ഇപ്പോഴും. അതെ, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സംതൃപ്തി, സന്തോഷം. ഈ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ജോലി 4 ദിവസം മനസ്സും വയറും നിറയ്ക്കണം. തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ, പാലക്കാട് അടിപൊളിയല്ലേ? പിന്നെ നല്ല കാലാവസ്ഥ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും കലവറ വളരെ തിരക്കേറിയ ജോലിയിൽ തന്നെയാണ്. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, ചപ്പാത്തി ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവരും 10-60 സ്റ്റാഫുകളുണ്ട് തന്നെയാണ് പഴയടത്തിന്റെ മകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇഡലി ചുട്ടുവെച്ചിരിക്കുന്നു, ഒപ്പം തന്നെ പപ്പടം വറുക്കുന്നു. എവിടെയാണ്? പേരെന്താ? ജയൻ. പഴയടത്തിന്റെ മാനേജറാണ് അല്ലേ? ഏത് ജില്ലക്കാരനാണ്? നമ്മൾ കോട്ടയം ജില്ലയാണ്. സ്ഥലം അതെ, പാലക്കാട് എങ്ങനെയുണ്ട്? പാലക്കാട് കൊള്ള അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ചുറ്റും നോക്കി കഴിഞ്ഞാൽ നല്ല പർവ്വതങ്ങളും സംഭവം പ്രകൃതി രമണീയമുണ്ട്. ചൂടായിട്ടില്ല പാലക്കാടിന്റെ. ഞങ്ങൾക്ക് ചൂടുണ്ട് അല്ലേ? അതായത് പാലക്കാടിന്റെ ചൂട് ഇനിയാവണമെങ്കിൽ ഇനിയും 2 മാസം കൂടി കഴിയണം, എന്നാലും നല്ല ചൂട് വരും. അതെ. അപ്പൊ കുട്ടികളുടെയും മനസ്സും വയറും നിറയ്ക്കുകയാണ്. സന്തോഷം. തീർച്ചയായിട്ടും. കായികമേള കഴിഞ്ഞ് നേരെ പാലക്കാട്ടിലേക്കാണ്. പാലക്കാടേക്ക് വന്നില്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് എങ്ങനെയാണ് അനുഭവം?
കലോത്സവങ്ങളിൽ 2011 മുതൽ ഞാൻ തിരുവനന്തപുരം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ കലോത്സവങ്ങളിലും തന്നെ പോയിട്ടുണ്ട്. ഈ വർഷവും കലോത്സവം വരുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണല്ലോ. അപ്പം അങ്ങനെ അത് നല്ലൊരു അനുഭവമാണ്. ഇതിലെ നമ്മുടെ എല്ലാത്തിലും കൂടിയൊരു ലെവലാണല്ലോ കലോത്സവം എന്ന് പറയുമ്പോഴത്തേക്കും. അത് പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണോട് ചേർന്ന് തന്നെ ആയിരിക്കും ഡൈനിങ് ഉള്ളത്. ഇവിടെ ഉള്ളൊരു ചെറിയ പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ, എന്നാലും ഇവിടുന്ന് ആളുടെക്ക് പാഴ്സൽ പോകുന്നുണ്ടല്ലോ. ആ പാഴ്സൽ എത്തിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ്. അതൊരു ഇച്ചിരി പ്രയാസമാണ് അല്ലേ? സമയത്തിന് എത്തിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് കൂടെ നമുക്കുണ്ടല്ലോ. എന്നാലും ഓൾമോസ്റ്റ് ഓൾ ഞങ്ങൾ കവർ ചെയ്തു. അത് കാരണം ശാസ്ത്ര പ്രതിഭകൾക്കുള്ള ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സമയത്ത് അവർക്ക് വിളമ്പാനുള്ള രീതിയിലും കിട്ടണല്ലോ. ആ രീതിയിൽ എത്തിച്ചിട്ടുണ്ട് എല്ലായിടത്തും തന്നെ. ഇത് കൂടാണ്ട് 6 ഇടത്തേക്കാണ് നമ്മൾ പാഴ്സൽ ഇടുന്നത്. ഇവിടെ ഇപ്പം മെയിൻ കിച്ചൺ ആണ്. ഇവിടെ ഉണ്ട് ഒരു 2000 ആളോളം കഴിക്കാനുണ്ട്. കൂടാണ്ട് വെളിയിൽ BEM സ്കൂളിലുണ്ട്. അങ്ങനെ പലതായിട്ട്. ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. എന്തായാലും കുട്ടി പ്രതിഭകൾക്കാണ് ഭക്ഷണം നൽകുന്നത്. ഓക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ ഏറെ തിരക്കിലാണ്. കാരണം ഓരോ സമയത്ത് ഭക്ഷണങ്ങളും അത് ലൈവായിട്ട് ഉണ്ടാക്കണം, അത് അപ്പോൾ ഈ ശാസ്ത്ര പ്രതിഭകൾക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. ചപ്പാത്തി ചുട്ടെടുക്കുന്ന ഈ ഒരു കാഴ്ചയാണ്. കാരണം മെഷീൻ ഉപയോഗിച്ചാണ്. കാരണം അത്രയും ആയിരത്തിലധികം പേർക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരവും ശ്രമകരവുമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മിഷൻ രൂപത്തിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ഈ കാഴ്ച എന്നുള്ളത്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. കാരണം എല്ലാവരുടെയും വയറ് നിറക്കിയ ഭക്ഷണം നൽകുക എന്നുള്ളത് പ്രധാന അവരുടെ ഒരു വിനോദം കൂടിയാണ് എന്നുള്ളത് തന്നെയാണ്. അവരുടെ ജോലി അതിനപ്പുറത്ത് ഒരു സന്തോഷം പകരുന്നത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അവർ നമ്മോടൊപ്പം പങ്കുവെച്ചത്. എന്തായാലും ഈ കലവറ വിശേഷത്തിൽ നിന്നും ക്യാമറമാൻ സുനിൽ പയ്യലൂരിനൊപ്പം UTV ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ദിനേശ് മോഹൻ.